തൻ്റെ ഭർത്താവിൻ്റെ ഒറ്റപ്പെട്ട അവസ്ഥയിൽ ഒരിക്കൽ പോലും അവർ തിരുമേനിയെ തള്ളിപ്പറഞ്ഞില്ല. 40-ാം വയസ്സിൽ ആദ്യമായി ജിബ്രീൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഭയന്നുപോയ തിരുമേനി ഓടിയെത്തിയതും ഖദീജയിലേക്കായിരുന്നു. ഈ സമയം അവർ തിരുമേനിയെ മനോഹരമായി ആശ്വസിപ്പിച്ചു. ഒരു പുതപ്പ് കൊണ്ട് മൂടി ആശ്വസിപ്പിച്ച ശേഷം ബീവി ഇങ്ങനെയാണ് പറയുന്നത്: താങ്കൾക്ക് നാശം സംഭവിക്കില്ല, സന്തോഷിക്കുക, അള്ളാഹു താങ്കളെ കൈവിടില്ല. താങ്കൾ ബന്ധങ്ങളെ ചേർക്കുന്നു, സത്യം പറയുന്നു, ഭാരം ചുമക്കുന്നു, ഒന്നുമില്ലാത്തവർക്ക് വേണ്ടി അധ്വാനിക്കുന്നു, അതിഥിയെ സൽക്കരിക്കുന്നു, വിപത്തുകളിൽ സഹായിക്കുകയും ചെയ്യുന്നു. തുടർന്ന് തിരുനബിയെയും കൂട്ടി ബന്ധുവും വൃദ്ധനുമായ വേദപണ്ഡിതൻ വറഖത്ത് ബിൻ നൗഫലിനെ സമീപിക്കുകയും വിവരങ്ങൾ പറയുകയും ചെയ്തു. കാര്യങ്ങൾ കേട്ട അദ്ദേഹം അവിടുത്തെ പ്രവാചകത്വത്തെ സംബന്ധിച്ചും നാട്ടുകാർ മുഴുവനും എതിർത്ത് പുറത്താക്കുന്നതിനെ സംബന്ധിച്ചും ദീർഘവീക്ഷണം നടത്തി. തീർത്തും ഒറ്റപ്പെടാൻ പോവുകയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും ഖദീജ നബിക്കൊപ്പം തന്നെ നിന്നു. ചരിത്രത്തിലെ ആദ്യ വിശ്വാസിയായി അങ്ങനെ അവർ മാറി. തുടർന്നങ്ങോട്ട് പ്രയാസ ദുരിതങ്ങളുടെ വൻ പർവ്വങ്ങൾ തന്നെയായിരുന്നുവല്ലോ. അവയിലെല്ലാം ഖദീജ താങ്ങായി. ശ്രമകരമായ ദൗത്യനിർവഹണത്തിനിടയിൽ തിരുമേനിയുടെ 6 മക്കളെ പ്രസവിക്കുകയും വളർത്തുകയും ചെയ്തു.